ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോണമെന്നുണ്ട്. എവിടെ? ക്ഷേത്രത്തിലേക്ക്. അവിടെ ആ നടയിച്ചതിൽ നിന്ന് നല്ല സമാധാനം കിട്ടും. എന്നാ മോളെ തനിച്ചു പോണ്ട. വഴിയിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാലോ? അമ്മ കൂടി വരാം. വേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം. പിന്നെ വേണമെങ്കിൽ ചേച്ചിയും കൂട്ടാം, ഒരു ധൈര്യത്തിന്. നിന്റെ ചേച്ചി എന്റെ ധൈര്യമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പോട്ടമ്മേ, എന്തൊക്കെയായാലും ചേച്ചി ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ. അനുസരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്നതാണെങ്കിലോ? മോളെ സൂക്ഷിക്കണം. ഇനി ഒരു ചതിയിലും പെടരുത്. ഇനി എനിക്കൊരു തെറ്റ് പറ്റില്ലമ്മേ. എന്നാ മോള് പോയിട്ടോ. പെട്ടെന്നിങ്ങി വരണം കേട്ടോ. ചേച്ചി ഒന്ന് പെട്ടെന്ന് റെഡിയായേ, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ? ഈ ചോദ്യം ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ചോദിച്ചാ അവരോട് ഞാൻ ഉത്തരം പറയും. ഇയാളതറിയേണ്ട കാര്യമില്ല. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എവിടേക്കാന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. ചോദിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. ആറ്റുവാശ്ശേരി ഇവിടേക്ക് അയച്ചിരിക്കുന്നതേ എന്റെ അടിമയായിട്ടാ. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അതായിക്കോട്ടെ, നീ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കാം. നമ്മളിപ്പോ പോകുന്നതേ അച്ഛൻ്റെ അടുത്തേക്കാ. അച്ഛൻ്റെ അടുത്തേക്കോ? പ്രിയ, നീ ഒന്നും പേടിക്കണ്ട. വരുണും ഇയാളും തമ്മിലുള്ള ബന്ധമൊന്നും പറയാനല്ല ഞാൻ പോകുന്നേ. എനിക്കൊരു സിനിമ വന്നിട്ടുണ്ട്, എനിക്കതിൽ അഭിനയിക്കണം. അതിനെനിക്ക് അച്ഛൻ അനുവാദം വേണം. അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിപ്പിക്കണം. സിനിമയ്ക്കെന്ന് പറഞ്ഞ് പുറത്ത് ഒരിടത്തും പോവാൻ അച്ഛൻ സമ്മതിക്കില്ല. വേറെന്തെങ്കിലും വേണം പറയാൻ. വേറെ എന്ത് പറയാൻ? വരുണിനെ വളച്ചെടുക്കാനുള്ള സൂത്രങ്ങൾ മാത്രമല്ലേ ഇയാൾക്ക് അറിയൂ. ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം. നാളെ മുതൽ ഞാൻ മ്യൂസിക് സ്കൂളിൽ വരുന്നുണ്ട്. ഞാനേ അവിടെ നൃത്തം പഠിക്കാനാ വരുന്നത്. അയ്യോ, അത് ഫിദ മാഡത്തിനോട് ചോദിക്കാതെ. മിണ്ടാതിരിക്കെ. എനിക്ക് വരാൻ വേണ്ടി അല്ല പറഞ്ഞത്, അച്ഛനോട് പറയേണ്ട കാര്യോ. മ്യൂസിക് സ്കൂളിനടുത്ത് നമ്മൾ രണ്ടുപേരും ചേർന്നൊരു നൃത്തം അവതരിപ്പിക്കുന്നു. അതിന് ചിലപ്പോ പുറത്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും, പോവേണ്ടിയും വരും. അത് കേൾക്കുമ്പോ അച്ഛൻ സമ്മതിക്കും. പക്ഷെ മോളെ, അച്ഛനോട് കള്ളം പറയണ്ടേ? ഓ, ഇതുവരെ സത്യം മാത്രമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ ഈ കാര്യം സമ്മതിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതൊക്കെ ഞാൻ അച്ഛന്റെ മുന്നിൽ വിളിച്ചു പറയും. പിന്നെ അച്ഛൻ എന്ത് സംഭവിച്ചാലും എന്റെ ഉത്തരവാദിത്തമല്ല. വേണ്ട. എന്നാ വാ. പ്രിയേ, നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറയാം. എന്നാലും ഇനി ഒരെന്നാലും ഇല്ല. ഞാൻ തീരുമാനിച്ചതൊക്കെ നടക്കണം. എനിക്ക് വഴിയൊരിക്കൽ മാത്രമാ ഇയാളുടെ ഡ്യൂട്ടി. വാ ഇങ്ങോട്ട്. പ്രിയേ, വരാൻ. വാ.